ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയൽ. റോഡിലാരും ഇറങ്ങരുത്, ഒരാൾ ഇറങ്ങരുത് കേട്ടോ. പ്ലീസ് എല്ലാവരും ഒന്ന് സഹകരിക്കണം ഇവിടെ. വേറെ ആരുമില്ല, പുള്ളി മാത്രം. ഇന്നലെ മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ പോയിട്ട് വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സന്ദർശിച്ച് ഇങ്ങനെ നടന്നു പോകേണ്ട ഇടക്ക് മമ്മൂട്ടിൻ്റെ അപ്പുറത്ത് വയനാടത്തെ ഏതൊരു നേതാവാണ്, റഫീഖ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേര്. ഇപ്പുറത്ത് വേറെ ഏതൊരാളുണ്ട്, പിന്നെ ബാക്കിലും കുറച്ച് ആൾക്കാരുണ്ട്. അവരിങ്ങനെ നടന്നു പോകേണ്ടതിനിടക്ക് മമ്മൂട്ടി പെട്ടെന്ന് ഈ റഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആളോട് പറയാണ്, എന്തിനാണ് ഈ ഇൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുന്നത്, കണക്കാണ്ട് മാറിന്നൂടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇത് തോന്നി. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ടി സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടുള്ള MLA ഒരു പബ്ലിക്കായിട്ട് കൂവിയത്. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പൊതുമധ്യത്തിൽ ഒരാൾക്ക് അപമാനം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എത്ര കാലം കഴിഞ്ഞാലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് പറയുമോ, റഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആളോട് മമ്മൂട്ടി പബ്ലിക്കായിട്ട് ചിലപ്പോൾ ഒന്ന് വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചിട്ട് ചെവിയിലൊന്ന് പറയുന്നു, എൻ്റെ ഇപ്പോൾ നടക്കണ്ട, അത് അങ്ങനെയാണ്. ഇത്രയും ക്യാമറ റെക്കോർഡിങ്ങും മാധ്യമങ്ങളും ഒക്കെ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മമ്മൂട്ടി ഒരാളെ പബ്ലിക്കായിട്ട് സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ഏത് പാർട്ടി ആയി കഴിഞ്ഞാലും ഒരു പബ്ലിക്കിൽ വെച്ചിട്ട് അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഒരാൾ അപമാനിച്ച് വിട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു മോശം പ്രവൃത്തി തന്നെയാണ്, ഒരു സംശയമില്ല. മമ്മൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിയാവും. കാരണം എന്തിനാണ് ഇന്ത്യ ഒപ്പം നടക്കുന്നത്? ഈ വയനാട് ചൂരൽമല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ആയിരക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടപ്പോൾ ഉരുൾപൊട്ടിയിട്ട് 100 കണക്കിന് വീടുകൾ ഒലിച്ചു പോയപ്പോൾ ഈ പറയുന്ന സംഘടനൻ്റെ ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഒറ്റ സിനിമാ നടന്മാർ അവിടെ കണ്ടിട്ടില്ല. സിനിമാ നടന്മാർ ആരും ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ 1 കോടി വരുമാനമുള്ള ആൾക്ക് 5 ലക്ഷം കൊടുക്കുന്നതിന് പ്രശ്നമില്ല. 10 ലക്ഷം വരുമാനമുള്ള ആൾക്ക് 1 ലക്ഷത്തിൽ ദാനം ചെയ്യണതിന് ഒരു പ്രശ്നമില്ല. പൈസ ഉള്ള ആൾക്കാർക്ക് എത്രയും ദാനം ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷേ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഇതേപോലുള്ള ആൾക്കാർ ഒന്നും അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ കണ്ട ആൾക്കാരാണ് ഈ റഫീഖും, അതേപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡ് ഉണ്ടായിരുന്നു, DYFI ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, SDPI, പിന്നെ SKSF, SSF, അങ്ങനെ ഇന്ത്യയിൽ സേവാഭാരതി ഉണ്ടാവും. അതേപോലെ തന്നെ മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, ഇങ്ങനത്തെ ആൾക്കാരെ മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ. ഈ പറയുന്ന മമ്മൂട്ടിനെയും അതേപോലെ തന്നെ സിനിമാ നടന്മാരൊന്നും ഒരാളെ അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഫീൽഡിൽ വയനാടിൻ്റെ ആ ഒരു മണ്ണിൽ നിൽക്കാൻ മമ്മൂട്ടിനെ കാട്ടി അർഹൻ റഫീഖാണ്. ശരിക്കും റഫീഖിൻ്റെ ഒപ്പമാണ് മമ്മൂട്ടി നടക്കേണ്ടത്. മമ്മൂട്ടി സംഭാവന ചെയ്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ 100 കണക്കിന് 1000 ആൾക്കാർ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ഒരു പ്രസക്തി മമ്മൂട്ടിക്ക് ആ മണ്ണിൽ, വയനാട്ടിൻ്റെ ആ ടൗൺഷിപ്പിൻ്റെ മണ്ണിലില്ല. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ ആദ്യം വരുമ്പോൾ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാം. ആദ്യം മുതലേ ഉണ്ടല്ലോ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇവര് പറഞ്ഞു ഭൂകമ്പം ഉണ്ടായിട്ട് ഇനിയും പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, ഒരു വാർണിംഗ് ഉണ്ട് ഉണ്ടായി. വീട്ടിൽ നിന്നൊക്കെ ആളുകൾ ചാടി പുറത്തിറങ്ങി ജനലൊക്കെ കൂട്ടി എന്ന് പറഞ്ഞു. ഇനിയും പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. പറഞ്ഞു എവിടെ താമസിക്കുന്ന ആയിക്കോട്ടെ, ശരി. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള ആ ഒരു സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന മമ്മൂട്ടിനൊപ്പം നടക്കേണ്ട ആൾ അവിടെ ഉണ്ട്, ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അതായത് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നയിക്കുന്ന ഒരാളെ ആ ഒരു ടൗൺഷിപ്പ് അവിടെ യാഥാർത്ഥ്യമായപ്പോൾ അതിൻ്റെ മണ്ണിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് അപമാനിച്ചു വിട്ടത് വളരെ മോശമായി. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരാളാണ്, മഹാനടനാണ്, നമ്മൾ മമ്മൂട്ടിൻ്റെ ഒരു ആരാധകനൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഫീൽഡിൽ ടൗൺഷിപ്പ് കുറേ വീടും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ട് കൊടുക്കല്ലേ. എത്ര അടിപൊളിയായിട്ടാണ് ആ ടൗൺഷിപ്പൊക്കെ അവിടെ വന്നിട്ടുള്ളത്. എല്ലാവരും പൈസയുണ്ട്, മമ്മൂട്ടിൻ്റെ പൈസ മാത്രമല്ല, ലാലേട്ടൻ പൈസ കൊടുത്തിട്ടുണ്ട്, എല്ലാ സിനിമാ നടന്മാരും പൈസ കൊടുത്തിട്ടുണ്ട്, യൂസുഫ് അലി കൊടുത്തിട്ടുണ്ട്,
യൂസുഫ് അലിക്ക് മമ്മൂട്ടി കൊടുത്തതിൻ്റെ 10 ഇരട്ടി കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തത് നമ്മളും പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ചെറിയ എമൗണ്ട്, നമ്മളെത്തുള്ള എമൗണ്ടിനല്ലേ നമ്മൾ കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കേരളത്തിലുള്ള എല്ലാവരും അതിലുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പൈസക്കും വില ഉണ്ട്. 10 റുപ്യ കൊടുക്കുന്ന ആൾക്കാർക്ക് ആ 10 റുപ്യക്ക് വില ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ആ 10 ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പൈസ കൊടുത്തുകൊണ്ട് ബിൽഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ടൗൺഷിപ്പാണ്. പക്ഷേ ആ ടൗൺഷിപ്പ് വന്നപ്പോൾ അവിടെ രക്ഷാപ്രവർത്തന റഫീഖിനെ പോലുള്ള സാധാരണക്കാരാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു സൂപ്പർ സ്റ്റാറിനെയും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും മമ്മൂട്ടി ഇങ്ങനെ ഒരു കാണിച്ചത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒന്ന് സോറി പറയുന്നതാണ് അതിൻ്റെ ഒരു ഔചിത്യം. അല്ല, അതെന്നറിയോ, മമ്മൂട്ടി ഇപ്പോ വയനാട് വീട് സന്ദർശനത്തിന് പോയപ്പോൾ ഒരാൾ കൂടെ നടക്കുന്നു. അപ്പൊ മമ്മൂട്ടി ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ എന്റെ കൂടെ നടക്കുന്നത്, നിങ്ങൾ വിളിച്ചിട്ട് വന്നാളെന്ന് വിചാരിക്കുന്നത് ഞാനൊക്കെയുള്ള ഡയലോഗാണ് അല്ലേ? എപ്പോഴും കൂടെ നടക്കുക, അങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു മനുഷ്യൻ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആരോ ആണ്. അപ്പൊ അയാൾ അങ്ങനെ നടന്നു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടത്തില്ല. ഇപ്പൊ മമ്മൂട്ടി ഊക്കി വിട്ട ആൾ എന്ന നിലയ്ക്ക് അയാൾ ഫേമസ് ആയി. അടുത്തത് അവിടെ ഇത് വെച്ച് മാക്സിമം മുതലെടുക്കാൻ അതിനൊരു പേരൂടെ വെച്ചു, വേണം മമ്മൂക്കി ഊക്കി വിട്ട ആളാണ് സ്റ്റോറ്റ് MLA എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചേക്കുക. ആ വീഡിയോ നിങ്ങൾ തന്നെ ഫോണിലും മാക്സിമം വാട്സപ്പിലും ഷെയർ ചെയ്യുക. അറിഞ്ഞിട്ടില്ല അറിയിക്കുക. ഏത് ആ നേതാവിനോടോ എന്തായാലും സെക്രട്ടറി ആരോ അയാൾ കഴിച്ചു കൊടുക്കുക. അധികാരികൾ എത്തുന്നവരെ ഷെയർ ചെയ്യണം. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. മമ്മൂട്ടി അങ്ങനെ പലതും പറയും, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഗുണം വേണം. അതുകൊണ്ട് എന്തായാലും മമ്മൂട്ടി ഇത്രയും ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയെ കൊണ്ട് പറ്റുന്ന നിങ്ങളെ ഫേമസ് ആക്കിയിട്ടുണ്ട്. അല്ലാതെ അതൊരു നെഗറ്റീവായിട്ട് കാണണ്ട. മനസ്സിലായോ? പലരും പറയാറുണ്ട് ഞാൻ ചില വീഡിയോ ഇട്ടപ്പോ നല്ലതായിരുന്നു. ഏത് ആ ശ്രദ്ധിക്കപ്പെടാതെ പോയ സംഭവം 4 വേളമൊക്കെ ഉണ്ടാക്കിയപ്പോ ആരോ അറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി അവിടെ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ് കേരളം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. അയാൾ രക്ഷപ്പെട്ടു. അയാൾ അതിനല്ലേ തള്ളിയത്. അയാൾ തള്ളിയത് എന്തിനാ? മമ്മൂട്ടിയോട് തള്ളിയത് എന്തിനാ? 4 പേര് കാണാനും അറിയാനോ അല്ലേ? അത് വെറുതെ അല്ല, മമ്മൂട്ടിയെ പറഞ്ഞില്ല അത് ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ല. മമ്മൂട്ടി കാര്യം മനസ്സിലായി. അത് ആരും വെച്ച് തള്ളി അതിലേക്ക് പോകുന്നു പുച്ഛിച്ചാൽ അപ്പോഴാണ് മമ്മൂട്ടി ചെയ്ത് കാലയ്ക്ക് ഇതിനല്ലേ വന്നത്. അത് കൃത്യമായിട്ട് നടന്നത്. പ്രതീക്ഷിച്ചതിനൊക്കെ കൂടുതലാണ് നെഗറ്റീവ് പബ്ലിസിറ്റി കാണും മാർക്കറ്റ്. നെഗറ്റീവ് സാധനം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അത് 4 ദിവസം മാറാറുണ്ട്. മനഃപൂർവ്വം നെഗറ്റീവ് വന്നു. അപ്പൊ അതാണ് അതിന്റെ കാരണം. അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് നിങ്ങൾ കത്തി തിരിഞ്ഞു നോക്കേണ്ട കാര്യം. ഈ കാര്യത്തിൽ ചെഗു പറഞ്ഞത് വളരെ കറക്റ്റ് ആട്ടോ. കാരണം മമ്മൂട്ടി ജസ്റ്റ് ആ വയനാട് ടൗൺഷിപ്പിൽ വന്നിട്ട് വെറുതെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരാളും അറിയില്ല. ചിലപ്പോൾ 10 ആളോ 100 ആളോ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു വിവാദം വന്നതുകൊണ്ട് 10 ആൾ അറിയേണ്ടടുത്ത് ഇപ്പോൾ 1000 ആൾക്കാർ അറിഞ്ഞു. 1000 ആൾക്കാർ അറിയേണ്ട സ്ഥലത്ത് ലക്ഷങ്ങൾ അറിഞ്ഞു. ഈ ഒരു സംഭവം ഇനി അറിയാത്ത ആരും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ആർക്ക് പബ്ലിസിറ്റി കിട്ടി? സത്യത്തിൽ പൊതുമധ്യത്തിൽ വെച്ചിട്ട് മമ്മൂട്ടി റഫീഖിനെ അപമാനിച്ചെങ്കിലും റഫീഖ് എന്നുള്ള ആൾക്കാണ് ഈ ഒരു സംഭവത്തിൽ മൈലേജ് കിട്ടിയിട്ടുള്ളത്. കാരണം കേരളക്കരയിൽ റഫീഖ് എന്ന് പറഞ്ഞ വ്യക്തിനെ അറിയാത്ത ആൾക്കാരും കൂടി അറിഞ്ഞു. അതാണ് നെഗറ്റീവ് പബ്ലിസിറ്റിൻ്റെ ഒരു പവർ. ഈ ആറാട്ടനും മറ്റുള്ള ഈ പെരേരി ഇവരൊക്കെ ഈ പബ്ലിക് ഇനിയിപ്പോൾ ഇവരെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ കേരളത്തിലല്ലോ? ഒക്കെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി വഴിയല്ല അറിഞ്ഞത്. പക്ഷേ ഇവർ ഈ റഫീഖ് പറഞ്ഞ ആളെ കമ്പയർ ചെയ്യല്ല. മമ്മൂട്ടി കാരണം ഒരാൾ ചെഗു പറഞ്ഞ പോലെ അത്രയും ഫേമസ് ആയി. ഏതായാലും ഇങ്ങനൊരു സംഭവം അതിനുള്ളൊരു നിമിത്തമായി എന്ന് തന്നെ പറയാം. ഏതായാലും കാര്യങ്ങൾ നടക്കട്ടെ. കൂടുതലൊന്നും പറയാനില്ല.